നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. MLA-യും MP-യും ചെയ്യുന്നതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? അത്തരം ചില കാഴ്ചകൾക്കാണ് കഴിഞ്ഞ 3 വർഷമായി കവിയൂർ ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുന്നത്. BJP ഭരിക്കുന്ന കവിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് MD ദിനേശ് കുമാറാണ് ആ വികസന ശില്പി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഇന്ന് കവിയൂരിൽ നടന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൗരാണികതയുടെ ശേഷിപ്പായ കവിയൂർ ഗുഹാക്ഷേത്രം അതിൻ്റെ പ്രൗഢിയോടുകൂടി സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ മുൻകൈയെടുത്ത് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെ ഗുഹാക്ഷേത്രം സന്ദർശിക്കുന്നതിനായി ക്ഷണിക്കുകയും മന്ത്രി ഇന്ന് അവിടെ എത്തുകയും ചെയ്തു. ആവശ്യമായ കാര്യങ്ങൾ മന്ത്രിയെ ധരിപ്പിക്കുകയും അതെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. കവിയൂർ ഗുഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുരാവസ്തു, ദേവസ്വം, റവന്യൂ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വേണ്ട വികസന കാര്യങ്ങൾ നടത്തുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതിന് പുരാവസ്തു വകുപ്പ് നേതൃത്വം കൊടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കവിയൂർ ഗുഹാക്ഷേത്രം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രതിദിനം 600-ലധികം ആളുകൾ എത്തുന്ന ഇവിടെ ഒരു ടോയ്ലറ്റ് അത്യാവശ്യമാണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി NOC നൽകണമെന്ന് പുരാവസ്തു വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ പറഞ്ഞു. 1 കോടി രൂപയുടെ DPR തയ്യാറാക്കി നൽകിയിട്ടുണ്ടെന്നും താനും പഞ്ചായത്ത് സെക്രട്ടറിയും കൂടി പുരാവസ്തു വകുപ്പ് ഓഫീസിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും MD ദിനേശ് കുമാർ കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാരി രാധാകൃഷ്ണൻ, റേച്ചൽ V മാത്യു, സിന്ധു RC നായർ, അനിത സജി, പ്രവീൺ ഗോപി, അച്ചു CN, സിന്ധു VS, പഞ്ചായത്ത് സെക്രട്ടറി സാം K സലാം, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് റെയ്ന ജോർജ് എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മന്ത്രിയുടെ സന്ദർശനം വീഡിയോ ദൃശ്യങ്ങൾ കാണാം. കൊട്ടാരക്കര മ്യൂസിയത്തിന്റെ കീഴിലാണ് ബാക്കിയുള്ള സംവിധാനങ്ങൾ. മുണ്ട് സാറൊന്ന് മടക്കി ഇപ്പൊ അകത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്. പൂജാരി ഒരു നേരം വന്ന് പൂജ ചെയ്തിട്ട് രാവിലെ കവിയൂർ ദേവക്ഷത്തിലെ ഒരു പോറ്റി വന്നിട്ട് പൂജ ചെയ്തിട്ട് പോകും. ചുറ്റി നടക്കാൻ പറ്റും. ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. രാവിലെ വന്ന് തീയതിയൊക്കെ കൊടുത്തിട്ട് പൂജ കഴിച്ച് അകത്ത് പ്രവേശനമില്ല, പൂജാരിക്ക് മാത്രമേ. നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു 3 പ്രാവശ്യം 2 പ്രാവശ്യം കേന്ദ്രമന്ത്രി വന്നിവിടെ സന്ദർശിച്ചു. അതിനുമുമ്പ് സംസ്ഥാനത്തെ മുൻ മന്ത്രി അഹമ്മദ് കോരിയോട് സന്ദർശിച്ചു. പക്ഷേ അതിനുശേഷം ഉള്ള നടപടികളൊന്നും തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പം ഈ പുരാവസ്തുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത് നമ്മളിവിടെ എന്തെങ്കിലും ടൂറിസത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നല്ലൊരു പദ്ധതി തന്നിരുന്നെന്ന് പറയും. 1 കോടി രൂപയുടെ പദ്ധതി പുരാവസ്തുവിന് കൈമാറിയിട്ടുണ്ടെന്ന് പറയും. ടൂറിസം കൊടുത്തിരുന്നു. അവിടുന്ന് പുരാവസ്തു അവരെ കൈമാറിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഡയറക്ടറെ പോയി കണ്ടിരുന്നു. അവിടെ സാറിന്റെ പുരാവസ്തു വകുപ്പിന്റെ 1.5 വർഷത്തോളമായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും ഉടനെ. അതായത് ഞാനിപ്പോ ഈ ന്യൂസ് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. അതായത് ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ
അതിനെ കൂടി മനസ്സിലാക്കി വെച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ ഡയറക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും ഇത് ഒരുപാട് ഘടകങ്ങൾ വേണ്ടല്ലോ ഇലക്ഷൻ്റെ ഇത് ചെയ്യാനായിട്ട്. ഒരു ആദ്യം ഈ ചെയ്യുന്നതുമായിട്ട് കൂടെ ഈ പ്രാദേശികമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിരിക്കാണ് അതിന് പഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങളും ജനപ്രതിനിധി നിർദ്ദേശങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് സൗമ്യമായ ഒരു പരിപാടി ആസ്വദിക്കുകയും ചെയ്യും. പുരാവസ്തു പുരാരാശാ മ്യൂസിയം വകുപ്പുകൾക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് പ്രാഥമിക വളർത്തിക്കൊണ്ടിരിക്കുകയെന്നൊക്കെ അതിൻ്റെ ആ സൂക്ഷിപ്പുകൾ അതിൻ്റെ അത് നാച്ചുറായിട്ട് ജന്മസിദ്ധമായ ഒരു വിഭവത്തെ സംരക്ഷിക്കുക എന്നൊക്കെ അറിയാമല്ലോ. അതിന് ഭംഗം വരുത്താതെയും എന്നാൽ സന്ദർശകന്മാർക്കും പിന്നെ ആഗ്രഹിക്കുന്നവർക്കും കണ്ട് അത് ഉൾക്കൊള്ളാൻ സന്ദർശിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളും പശ്ചാത്തലങ്ങളും ഉണ്ടാകും. അടിസ്ഥാന സൗകര്യമില്ല, ഒരു ടോയ്ലറ്റോ ബാത്റൂമോ ഒന്നും ഇവിടെ. ഇന്നലെ 600ഓളം തീർത്ഥാടകർ വരുന്നുണ്ട് ഇവിടെ. ഇന്നലെ ഇപ്പോൾ കരുതാപ്പള്ളി പരിപാടി വന്നിട്ടുണ്ട്. അതെ, അതെല്ലാം ഉൾപ്പെടുന്ന 12 ബസ്സാണ് വരുന്നത്. അത്രയും പേര് വരുമ്പോൾ ഒരു സൗകര്യങ്ങളും അതാണ് ഞാൻ പറഞ്ഞത്. സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ പറഞ്ഞത് പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞു ഞാൻ അതെല്ലാം ഉൾക്കൊള്ളുന്ന നിലയിൽ നമുക്കിത് ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയുള്ള പ്രാധാന്യത്തോട് കൂടിയിട്ട് ഞാൻ സംശയിക്കാൻ കഴിയും നോക്കാം. എന്റെയൊക്കെ എൻ്റെ പ്രധാനപ്പെട്ടവരെല്ലാം ഇത് ഇതിൻ്റെ സർക്കാരിൻ്റെ പ്രശ്നമേ ഇത് 3 വകുപ്പിൻ്റെ കീഴിലാണല്ലോ ഇത്. റവന്യൂ, പുരാവസ്തു, പിന്നെ ദേവസ്വം. ഇതിൻ്റെ ഒരു കോർഡിനേഷൻ അത് വേണമല്ലോ. പലപ്പോഴും ഇതിൻ്റെ ഒരു വകുപ്പ് തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നു. കാലാകാലങ്ങളിൽ ഇതിൻ്റെ നിലവിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് അതാണ് അടിസ്ഥാനപരമായിട്ട് കാരണം. ഇതിനൊരു കോർഡിനേഷൻ ഉണ്ടാകുന്നില്ല. അതിന് പുരാവസ്തു മുൻകൈ എടുത്തെങ്കിലും അതുകൊണ്ട് ചെയ്യാലോ. അതായത് അതായത് എന്തൊക്കെ ഡയറക്ടർമാർ ഞാൻ പറഞ്ഞില്ലേ, ആ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ് ഇത് റവന്യൂവിൻ്റെ വിഭാഗങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ റവന്യൂവിൻ്റെ കൊടുക്കുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ബന്ധപ്പെടുന്നു പുരാവസ്തു ബന്ധപ്പെടുക. പുരാവസ്തു വകുപ്പിൻ്റെ പ്രദേശങ്ങളാകുമ്പോൾ ഒരു ഉദാഹരണമുള്ളൂ. അതൊരു പ്രധാനം. അപ്പം ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ അനുബന്ധമായി എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഒരു നിയമമുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ആക്ടുമുണ്ട്. അങ്ങനെ ഈ പുരാവസ്തു വകുപ്പിൻ്റെ ഇടങ്ങളിലും സ്ഥലങ്ങളിലും അത് നൽകുന്നതിൻ്റെ നിയമങ്ങൾ ഉൾപ്പെടെ. പക്ഷേ അതിലൊന്നും ചെയ്യാൻ കഴിയും. കേന്ദ്ര നിയമത്തിനനുസരിച്ച് കേന്ദ്ര നിയമത്തിൻ്റെ നിയമം മാത്രമല്ല, കോട്ടയിലാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമമാണ്. അതല്ലാത്ത നിയമങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും കെട്ടിടം ഉണ്ടാക്കാനോ ഒന്നും ചെയ്യാനോ. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ശരിയാണ്. അതായത് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെടുന്ന വകുപ്പുകളുടെ തലവന്മാരായി സംസാരിച്ച് നമ്മുടെ ഡയറക്ടർമാർ, 2-3 ഡയറക്ടർമാർ, അതോടൊപ്പം തന്നെ ഈ ഏതെല്ലാം വകുപ്പുകളായിട്ട് ബന്ധപ്പെടുന്നതാണ് ഇതിൻ്റെ വികസനം എന്ന് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരായിട്ട് സർക്കാർ അതിൽ ബന്ധപ്പെട്ട പിന്നെ അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ വിടും. അത് കഴിഞ്ഞ് പ്രാദേശികമായിട്ട് എന്തെല്ലാം ഉണ്ട് ഈ പറയുന്ന നടപ്പിലാക്കാൻ എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനെയും വിളിച്ചിട്ട് അവരും കൂടി അഭിപ്രായങ്ങൾ അറിയാം എന്നൊരു സമഗ്രവൽക്കരണം ഉണ്ടാവണമെന്ന് ഞാൻ ടൂറിസം വകുപ്പിനെ ഉൾപ്പെടുത്തും. അത് ആ ടൂറിസത്തിന് അതാണ് ഇതുവരെ ബന്ധപ്പെടുന്നപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ഞാൻ പറയുന്നത് ഈ ഇത്രയും വകുപ്പുകളുമായി ബന്ധപ്പെട്ട അത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ ഈ ഇവിടെ ഏതെല്ലാം വകുപ്പുകളുടെ ബന്ധപ്പെടേണ്ടതാണെന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ഈ 3 വകുപ്പുകളോ അത് അപ്പുറത്തുള്ള വകുപ്പുകളോ ആവശ്യമുണ്ട് തോന്നിയാൽ അവരെ വിളിച്ച് സംസാരിച്ച് അതിന് മുൻകൈ പുരാവസ്തു വകുപ്പ് സ്വീകരിക്കുന്നതാണ്. വെള്ളം പ്രവാഹം തന്നെ മഴ ഉണ്ടാകുമല്ലോ. മഴ ഉണ്ടാകും. അതില്ലാത്തതുകൊണ്ട് ഇപ്പം അത് കണ്ടാ അതിന് കണ്ടാ മനസ്സിലാകുന്നുണ്ട്. തിരുവനന്തപുരത്താന്ന് മനസ്സിലാകുന്നുണ്ട് പറയാം. കവിയൂർ സദാശിവൻ, വിദ്വാൻ
ധാരാളം കേട്ടിട്ടുണ്ട്. സുഖണ്ടോ? ഹലോ ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.